Hello everyone, welcome back to another episode, and today we are going to learn about accusative possessive pronomen. അക്യുസാറ്റീവിന്റെ ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് അക്യുസാറ്റീവ് എന്ന് പഠിച്ചു, ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പഠിച്ചു, അക്യുസാറ്റീവ് ആർട്ടിക്കിൾ പഠിച്ചു, ദെൻ ദി ദസ്തി പഠിച്ചു, പിന്നെ അക്യുസാറ്റീവ് പേഴ്സണൽ പ്രോനോമൻ പഠിച്ചു. ഓക്കെ, എന്നെ, നിന്നെ, അവനെ, അവളെ എല്ലാം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ, എന്നെ, നീ, നിന്നെ, അവൾ, അവളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ ആരുടെയാണ്? ഓക്കെ, അത് അവളുടെ ബോയ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ഇത് എന്റെ പേനയാണ്. അപ്പൊ അങ്ങനെ പൊസഷൻ, ഉടമസ്ഥത എന്ന് പറയും, പൊസസീവ് പ്രൊനോമൻ. ഓക്കെ, ഇപ്പൊ പഠിക്കാം നമുക്കത്. എന്നത് മൈൻ, ഇംഗ്ലീഷിൽ മൈൻ. ഓക്കെ, മൈൻ എന്നെല്ലാം പറയുന്നതാണ് അക്യൂസേറ്റീവ് പൊസസീവ് പ്രൊനോമൻ. അതിനകത്ത് എപ്പോഴും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. എന്ന് പഠിക്കാം. ഓക്കെ, നോമിനാറ്റീവിൽ നമ്മൾ മൈൻ എന്ന് പഠിച്ചു, എന്റെ. മലയാളം അർത്ഥം വ്യത്യാസമൊന്നും വരുന്നില്ല, എന്റെ എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്റെ കുട്ടി, എന്റെ ഫ്രണ്ട് എല്ലാം വരുന്നത് നോമിനാറ്റീവ് സെയിം ആണ്. പക്ഷേ അക്യുസാറ്റീവ് വരുമ്പോഴത്തേക്കും, മസ്കുലിൻ വരുമ്പോഴത്തേക്കും നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു, ദേർ എന്നുള്ളത് ദെൻ ആകുമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പൊസസീവ് പ്രോനോമൻ വരുമ്പോഴും മൈൻ എന്നുള്ളത് മൈനനാകും, ദൈൻ എന്നുള്ളത് ദൈനനാകും. ഓക്കെ, അപ്പോൾ മലയാള അർത്ഥം മൈനൻ എന്ന് പറഞ്ഞാലും മൈൻ എന്ന് പറഞ്ഞാലും എന്റെ എന്നുള്ളതാണ്, അർത്ഥം വ്യത്യാസം വരുന്നില്ല. പക്ഷേ ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്കും അതിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റിലേക്ക് പോവുകയാണ്, അന്നേരത്തേക്കും വ്യത്യാസം വരും. ഓക്കെ, നൗ മൈനൻ. ഓക്കെ, ദൈൻ, ദൈനൻ വരും. അപ്പം മൈനൻ ഹുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പട്ടി, ദൈനൻ ഹുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ പട്ടി, സൈനൻ ഹുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ പട്ടി, ഈരൻ ഹുണ്ട് എന്ന് പറഞ്ഞാൽ അവളുടെ പട്ടി, ഉൻസ ഹുണ്ട് എന്ന് പറഞ്ഞാല് ഓക്കെ നമ്മളുടെ പട്ടി, ഒയർ ഹുണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പട്ടി. ഓക്കെ, അപ്പം മൈനൻ, ദൈനൻ, സൈനൻ, ഈറൻ, സൈനൻ, ഉൻസരൻ, ഒയറൻ. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ ഫെമിനിൻ വരുമ്പോഴത്തേക്കും വ്യത്യാസമൊന്നുമില്ല. മൈനെ കാറ്റ്സെ, ദൈനെ കാറ്റ്സെ, സൈനെ കാറ്റ്സെ, ഈറെ കാറ്റ്സെ, ഉൻസരെ കാറ്റ്സെ, ഒയറെ കാറ്റ്സെ. അത് നോമിനാറ്റീവ് പോലെ തന്നെ ഫെമിനിൻ വരുന്നു, മൈനെ, ദൈനെ, സൈനെ. നോയിട്രം വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എന്താണ് വരുന്നത്? സെയിം, മൈൻ, ദൈൻ, സൈൻ, ഇയർ, ഉൻസർ, ഒയർ. പ്ലൂറൽ വരുമ്പോഴും മൈനെ, ദൈനെ, സൈനെ, ഈടെ, ഉൻസരെ, ഒയറെ. ഓക്കെ, ക്ലിയർ? അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ്? അക്യുസാറ്റീവില് മസ്കുലിൻ വരുമ്പോൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ബാക്കി മൂന്നും നോമിനാറ്റീവ് പോലെ തന്നെ സെയിം ആണ്. അപ്പം മൈൻ, എന്റെ എന്നുള്ളത്. ഓക്കെ, അപ്പം മൈൻ എന്ന് വരുന്നത് അക്യുസാറ്റീവ് വരുമ്പോഴും മൈനൻ ഹുണ്ട് എന്ന് പറയും. അപ്പോൾ അക്യുസാറ്റീവ് മൈനൻ ഹുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സേഹെ മൈനൻ ഹുണ്ട്, ഹുണ്ട് എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്, അപ്പൊ അത് മൈനൻ എന്ന് വരും. ഓക്കെ, ഹുണ്ട് എന്ന് പറയുന്നത് മസ്കുലിൻ ആയതുകൊണ്ട് മൈനൻ എന്ന് വരുന്നത്. ഇസ് മൈൻ ബുക്ക്. ഓക്കെ, ഞാൻ എന്റെ പുസ്തകം വായിക്കുന്നു. അപ്പം പുസ്തകം എന്ന് പറയുന്നത് നോയിട്രമാണ്, അതുകൊണ്ട് ന്യൂട്രൽ ആയതുകൊണ്ട് മൈൻ എന്ന് വരുന്നുള്ളൂ. ഓക്കെ, ഇസ് ബസൂക്കെ മൈനെ മുട്ടർ, ഞാൻ എൻ്റെ അമ്മയെ കാണുന്നു. മുട്ടർ എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്, അതുകൊണ്ട് മൈനെ മുട്ടർ എന്ന് വരുന്നു. ഇവിടെ ഹുണ്ട് എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്, അതുകൊണ്ട് മൈനൻ വരുന്നു. ബുക്ക് എന്ന് പറയുന്നത് നോയിട്രമാണ്, അതുകൊണ്ട് മൈൻ വരുന്നു. മുട്ടർ എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്, അതുകൊണ്ട് മൈനെ എന്ന് പറയുന്നു. അപ്പൊ മൈൻഡ്, എന്റെ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, ഇനി ദൈൻ, നിന്റെ. നിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ദൈനൻ ബ്രൂഡർ. ബ്രൂഡർ എന്ന് പറയുന്നത് എന്താണ്? മസ്കുലിൻ ആണ്, അതുകൊണ്ട് ദൈനൻ വരുന്നു. ബ്രൂഡർ മസ്കുലിൻ ആണ്, അതുകൊണ്ട് ദൈനൻ വരുന്നു. ഓക്കെ, ഈ ദൈനെ ടാഷെ. ഓക്കെ, ഞാൻ നിന്റെ ബാഗ് കാണുന്നു. ടാഷെ എന്നുള്ളത് ഫെമിനിൻ ആണ്, അതുകൊണ്ട് മൈനെ ടാഷെ വരുന്നു. സി ബെസുക് ദൈൻ ഹാൻഡി, അവൾ നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ബെനൂട്സ്. ഓക്കെ, നോട്ട് ബെസുക്, ബെനൂട്സ്. ഓക്കെ, സി ബെനൂട്സ്
ദൈൻ ഹാൻഡി. ഹാൻഡി എന്ന് പറയുന്നത് സെൽഫോണാണ്. ഹാൻഡി എന്ന് പറയുന്നത് നോയിട്രമാണ്. അതുകൊണ്ട് ദൈൻ, അവൾ നിന്റെ ഹാൻഡി ഉപയോഗിക്കുന്നു. അപ്പൊ ഹാൻഡി നോയിട്രമാണ്, അത് ദൈൻ. ഓക്കെ, ഹിയർ ബ്രൂഡർ മസ്കുലിൻ ആയതുകൊണ്ട് ദൈനൻ, ടാഷെ ഫെമിൻ ആയതുകൊണ്ട് ഡൈനെ, ഹാൻഡി നോയിട്രം ആയതുകൊണ്ട് ഡൈൻ എന്ന് പറയുന്നു. ഓക്കെ, ഇയർ അവളുടെ, അവളുടെ മാത്രമല്ല ഇയർ എന്ന് പറഞ്ഞാൽ അവരുടെയുമാണ്. ഓക്കെ, അതിനും ഇയർ എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ് മാക് ഈരൻ ഹുണ്ട്, ഞാൻ ഐ ലവ് യുവർ ഡോഗ്, ഞാൻ അവളുടെ പട്ടിയെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഞാൻ അവളുടെ നായ ഇഷ്ടപ്പെടുന്നു. ഹുണ്ട് എന്നുള്ള മസ്കുലിനാണ്, അതുകൊണ്ട് ഈരൻ. ഓക്കെ, ഈരൻ ഹുണ്ട്, ഞാൻ അവളുടെ നായ ഇഷ്ടപ്പെടുന്നു. ഈ ഷെഹെ ഈരെ ടാഷെ, ഞാൻ അവളുടെ ബാഗ് കാണുന്നു. ഇവിടെ ടാഷെ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ടാഷെ എന്ന ഫെമിനാണ്. ഓക്കെ, അതുകൊണ്ട് അവളുടെ. ലീസ്റ്റ് ഇയർ ബുക്ക്, അവൻ അവളുടെ പുസ്തകം വായിക്കുന്നു. ബുക്ക് നോയിട്രമാണ്, അതുകൊണ്ട് സെയിം ആസ് നോമിനേറ്റീവ്. അങ്ങനെ നമ്മൾ എന്ത് പറയുന്നു, ഇയർ അവളുടെ. ഓക്കെ, ഇയർ എന്ന് പറഞ്ഞ അവളുടെ. അതിൽ വ്യത്യാസം വരുന്നത് മസ്കുലിൻ അക്വസാറ്റീവ് വരുമ്പം ഈരൻ, ഫെമിനിൻ വരുമ്പോ ഈറെ, അതുപോലെ തന്നെ നോയിട്രം വരുമ്പോ ഇയർ. ഇനി സൈൻ, അവന്റെ അല്ലെങ്കിൽ അതിന്റെയും കേൾക്കാം. ഓക്കെ, മസ്കുലിൻ വരുമ്പോ ഈ ഷെഹെ സൈനൻ ഫ്രോയിൻഡ്. ഓക്കെ, ഞാൻ അവന്റെ സുഹൃത്തിനെ കാണുന്നു. ഫെമിനിൻ വരുമ്പോ ഈ ഷെഹെ സൈനെ മുട്ടർ. ഓക്കെ, ഞാൻ അവന്റെ അമ്മയെ കാണുന്നു. നോയിട്രം വരുമ്പോ ഈ ഷെഹെ സൈൻ ബുക്ക്, ഞാൻ അവന്റെ പുസ്തകം കാണുന്നു. ഈ ഷെഹെ സൈനെ ഫ്രോയിൻഡ്. ഇത് സെയിം സേയന്റെ കാണുക എന്നൊറ്റ വാക്കും ഞാൻ ഉപയോഗിച്ചിട്ട് സൈൻ എടുത്തിരിക്കുകയാണ്. ഫ്രോയിൻഡ് വരുമ്പോഴത്തേക്കും സൈനൻ വരുന്നു. ഓക്കെ, മുട്ടർ വരുമ്പോൾ സൈനെ വരുന്നു. ബുക്ക് വരുമ്പോൾ സൈൻ വരുന്നു. ഓക്കെ, പ്ലൂറൽ ആകുമ്പോൾ ഫ്രോയിൻഡ്, സൈനെ ഫ്രോയിൻഡ്. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെയിം സബ്ജക്റ്റ് ഞാൻ അവന്റെ സുഹൃത്തിനെ കാണുന്നു, അവന്റെ അമ്മയെ കാണുന്നു, അല്ലെങ്കിൽ അവന്റെ പുസ്തകം കാണുന്നു, അവന്റെ സുഹൃത്തുക്കളെ കാണുന്നു. ക്ലിയർ? ഉൻസർ, ഞങ്ങളുടെ. മസ്കുലിൻ വരും വിയർ ഹ്യൂറൻ ഉൻസറൻ ലേറർ, ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകനെ കേൾക്കുന്നു. വി ലിസൺ ടു അവർ ടീച്ചർ. വിയർ ഹ്യൂർ ഉൻസറൻ. ലേറർ എന്താണ്? മസ്കുലിൻ ആണ്, അതുകൊണ്ട് വിയർ ഹിയർ ഉൻസറൻ വരുന്നു. വിയർ ട്രഫൻ ഉൻസറെ ടാൻറ്റെ. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ ആന്റിയെ കാണുന്നു. ഓക്കെ, ടാൻറ്റെ കാണുന്നു. അപ്പൊ ടാൻറ്റെ ഉൻസറെ ഫെമിനിൻ ആണ് വരുന്നത്. വിയർ ഹാവൻ ഉൻസർ ഹൗസ്, ഞങ്ങൾ ഞങ്ങളുടെ. വിയർ ഹാവൻ ഉള്ള വിയർ ലീവൻ. വിയർ ലീവൻ ഉൻസർ ഹൗസ്. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ വീടിനെ സ്നേഹിക്കുന്നു. ഹൗസ് ദസ് ഹൗസ് ആണ്, അവിടെ ഉൻസർ ഹൗസ് വരും. വിയർ മ്യൂഗൻ ഉൻസറെ ഫ്രോയിൻഡ്, ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്നു. ഉൻസറെ ഫ്രോയിൻഡ്. വിയർ മ്യൂഗൻ ഉൻസറെ ഫ്രോയിൻഡ്. അപ്പൊ ഇവിടെ ഉൻസരൻ മസ്കുലിൻ, ഉൻസരൻ ലേറർ, ഉൻസറെ ടാൻഡ്, ഉൻസർ ഹൗസ്, ഉൻസറെ ഫ്രോയിൻഡ്. ഓക്കെ, ഓയർ, നിങ്ങളുടെ. അത് ഇൻഫോർമൽ ആയിട്ട് ചേർക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഓയർ എന്നുള്ള സ്പെല്ലിങ് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, EUER ആണ്. ഓക്കെ, അപ്പൊ മസ്കുലിൻ ഈ സേ ഓയിറൻ ഫാദർ, ഓയിറൻ ഫാദർ. ഓക്കെ, അത് ഫാദർ മസ്കുലിൻ ആയതുകൊണ്ട് ഓയിറൻ ഫാദർ ആകുന്നു. ഓക്കെ, ഫെമിനിൻ വരുമ്പോ ഇഷ്കെന്നെ ഓയിരെ മുട്ടർ, എനിക്ക് നിങ്ങളുടെ ഓക്കെ അമ്മയെ അറിയാം. ഓക്കെ, അത് നിങ്ങളുടെ അച്ഛനെ കാണുന്നു, നീ അമ്മയെ അറിയാം. ഇഷ്ഫിന്റെ ഓയർ ഓട്ടോ ഷ്യൂൺ, ഇഷ്ഫിന്റെ ഓയർ ഓട്ടോ ഷ്യൂൺ, ഞാൻ നിങ്ങളുടെ കാറ് മനോഹരമായി കാണുന്നു. ഐ ഫൈൻഡ് യുവർ കാർ സോ ബ്യൂട്ടിഫുൾ ഷ്യൂൺ. ഓക്കെ, ഈസ് ഹ്യൂറെ ഓയർ ലീഡർ, ഞാൻ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്നു. ഓക്കെ, ഈസ് ഹ്യൂറെ ഓയിറെ ലീഡർ, ഓയിറെ ലീഡർ. ഈസ് ഹ്യൂറെ ഓയിറെ ലീഡർ, ഞാൻ നിങ്ങളുടെ പാട്ടുകളെ കേൾക്കുന്നു. മീൻ ഐ ലിസൺ ടു യുവർ മ്യൂസിക്. ഓക്കെ, ചില വാക്കുകൾ വരുമ്പോൾ മലയാളത്തിലേക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകൾ ബുദ്ധിമുട്ടാണ്. അതേപോലെ എക്സ്പ്ലനേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
ഒയിരൻ ഫാദർ, എന്താ ഒയിരൻ വരുന്നത് എന്തിനാണ്? ഫാദർ മസ്കുലിൻ ആയതുകൊണ്ട് ഒയിരൻ വരുന്നു. ഒയിരെ മുട്ടർ ഫെമിന ഒയിരെ മുട്ടർ വരുന്നു. ഔട്ടോ ദസ് ആയതുകൊണ്ട് നോയിറ്റം ആയതുകൊണ്ട് ഒയർ ഔട്ടോ വരുന്നു. പിന്നെ ലീഡർ പാട്ടുകൾ, ലീഡർ വരുന്നത് ഒയിരെ ലീഡർ പാട്ടുകൾ കേൾക്കുന്നു. ഓക്കെ, അപ്പോ ചുരുക്കത്തില് എന്താണ്? അക്വസാറ്റീവ് വരുമ്പോ ദർ ദെൻ ആകുന്നു. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആവുന്നു. മൈൻ എന്നുള്ളത് മൈനാവുന്നു, ദൈനാവുന്നു. ഫെമിനിൻ വരുമ്പോഴത്തേക്കും മൈനെ, നോയിറ്റം ആവുമ്പോ മൈൻ, അവനെ പ്ലൂറൽ ആകുമ്പോ മൈനെ വരുന്നു. ദൈൻ, ദൈനൻ. അക്വസാറ്റീവ് മസ്കുലിൻ വരുമ്പോഴത്തേക്കും ദൈനൻ, ദൈനെ, ദൈൻ, ദൈനെ. Okay, clear? That's all for now. See you soon in another episode.